ഗുഡ് മോർണിംഗ്. ഞാൻ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് നമ്മൾ കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ആവറേജ് എന്നിട്ട് അതിനെ ഒരു വെയിറ്റേജുമായിട്ട് ഓരോ സോഴ്സിനെ നമ്മൾ ഓരോ വെയിറ്റേജുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സസ് ഓഫ് ഫണ്ട്സ്. അതായത് വേരിയസ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡെറ്റ് ആകാം, ഇക്വിറ്റി ആകാം, അല്ലേ, പ്രിഫറൻസ് ആകാം, റീറ്റെയിൻഡ് ഏർണിങ്സ് ആകാം. അങ്ങനെ എന്തൊക്കെ സോഴ്സസ് ഉണ്ടോ ആ സോഴ്സസിൻ്റെ എല്ലാം കൂടെ എല്ലാത്തിനെയും എന്ത് ചെയ്യും, ഒരു വെയിറ്റേജുമായിട്ട് ഓരോന്നിനും അതിൻ്റേതായ പ്രപ്പോർഷൻ റേറ്റിൻ്റെ പെർസെൻറ്റേജുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ്, ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയാവുന്ന ഇതാണ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം മസ്റ്റ് ഏൺ ടു സാറ്റിസ്ഫൈ ഓൾ ദി സപ്ലയേഴ്സ് ഓഫ് ഫണ്ട്സ്. അതായത് ഇവിടെ നമുക്ക് പല സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇക്വിറ്റി ആണ്, ഇക്വിറ്റി ഷെയർസ് പർച്ചേസ് ചെയ്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർസ് കാണും, പിന്നെ അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കാണും, പിന്നെ ഡെപ്റ്റ് ഹോൾഡേഴ്സ് കാണും അല്ലേ. അപ്പം ഇവർക്കെല്ലാം അപ്പോൾ അവരൊക്കെയെന്ന് പറഞ്ഞാൽ സപ്ലയേഴ്സ് ഓഫ് ഫണ്ട്സ് ആണ് അല്ലേ. അപ്പോൾ അവരെല്ലാം നമ്മൾ സപ്ലയർ ഓഫ് ഫണ്ട് സപ്ലൈ ചെയ്തവരാ അല്ല, ഷെയർ പർച്ചേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഡെപ്റ്റ് തന്നുകൊണ്ട് പിന്നെ ഇത് പർച്ചേസ് ചെയ്തവരാണ്, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തവരാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ അല്ല, അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഇവിടെ പറയുന്നുണ്ട്. WACC is equal to KE into W1 plus KD into W2 plus KP into W3 plus KR into W4. അപ്പോൾ നമുക്കിതറിയാം, KE എന്താണെന്നറിയാം, ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, D എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡെറ്റ്, ഇത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലേ. അപ്പോൾ അതിനെ ഒരു വെയിറ്റേജുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്, സാധാരണയായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കോസ്റ്റ് തരും, പക്ഷേ നമുക്ക് വെയിറ്റേജ് കോസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയുടെ ബേസിൽ നമ്മൾ വെയിറ്റേജ് കണ്ടുപിടിക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് രണ്ട് തരത്തിൽ വരാം. ഒന്ന് ബുക്ക് വാല്യൂവിൻ്റെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞായിരിക്കും ചിലപ്പം ചോദിക്കുന്നത്, ചിലപ്പോൾ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ബുക്ക് വാല്യൂവും മാർക്കറ്റ് വാല്യൂ ബേസിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരിക്കും പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത്, നമുക്ക് സമയം കുറവായതുകൊണ്ട് ബുക്ക് വാല്യൂവും മാർക്കറ്റ് വാല്യൂവും കൂടെ മെത്തേഡ് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതങ്ങ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബുക്ക് വാല്യൂ മാത്രമാണെങ്കിൽ ബുക്ക് വാല്യൂ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാം, മാർക്കറ്റ് വാല്യൂ മാത്രമാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ ബേസിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഇനി ഇതുമായിട്ട് ബന്ധമുള്ളൊരു ക്വസ്റ്റ്യനാണ് പറയുന്നത്. ഇത് നമ്മൾക്ക് ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ ബേസിൽ നമ്മൾ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഫോളോയിങ് ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. അപ്പോൾ നമുക്ക് സോഴ്സസ് ഓഫ് ഫണ്ട്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെ ഈ കമ്പനി എങ്ങനെയൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്തതെന്നാണ് പറയുന്നത്. ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു, പിന്നെ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഫണ്ട് റേസ് ചെയ്തു, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഒട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്കത് മനസ്സിലാക്കേണ്ടത് ബുക്ക് വാല്യൂവും തന്നിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് രണ്ട് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബുക്ക് വാല്യൂവിൻ്റെ ബേസിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് 6 lakh rupees കിട്ടിയത് ബുക്ക് വാല്യൂ. അതായത് ന്യൂ ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് 6 ലക്ഷം രൂപ കിട്ടി. അതിനുശേഷം അത് നമ്മൾ മാർക്കറ്റ് വാല്യൂ, അതായത് മാർക്കറ്റിൽ ചെന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 12 ലക്ഷമാണ് ഉള്ളത്. ഈ പ്രിഫറൻസ് ഷെയർസിന് 4 ലക്ഷം രൂപയായിരുന്നു ബുക്ക് വാല്യൂ, ഇപ്പോൾ അത് 3 ലക്ഷമായിട്ടത് കുറഞ്ഞു. ഇനി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്
2 ലക്ഷം രൂപയായിരുന്നത് ഇപ്പോൾ അതിൻ്റെ വില 3 ലക്ഷം രൂപയായി മാറി. റീറ്റെയിൻഡ് ഏണിങ്സ് 1 ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. മാർക്കറ്റ് വാല്യൂ അതിന് വരികയല്ല, കാരണം കമ്പനി തന്നെ റേസ് ചെയ്യുന്ന ഫണ്ടാണ്. അതായത് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം മിച്ചം റീറ്റെയിൻ ചെയ്ത് വെക്കുന്ന ഫണ്ടാണിത്. അതുകൊണ്ട് അതിന് മാർക്കറ്റ് വാല്യൂ ഇല്ല. ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെ കിട്ടുന്ന പ്രോഫിറ്റ് നമ്മളൊരു റിസർവായിട്ട് സൂക്ഷിക്കുന്നതാണ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ബിഫോർ ടാക്സ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ആറ്. നമുക്ക് ടാക്സ് കുറയ്ക്കുന്നതിന് മുമ്പുള്ള കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് 20%, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 11%, ഡിബഞ്ചേഴ്സ് 10%, റീറ്റെയിൻഡ് ഏണിങ്സ് 15%ആണ് നമുക്കുള്ളത്. അപ്പോൾ ടാക്സ് റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ ബുക്ക് വാല്യൂ മെത്തേഡിൽ കാൽക്കുലേഷൻ ചെയ്യാം. കേസ് 1. ബുക്ക് വാല്യൂ ബേസിസിലാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. നമ്മൾ മുമ്പേ ഇക്വേഷൻ പറഞ്ഞിരുന്നതാണ്. എന്തായിരുന്നു ഇക്വേഷൻ? കോസ്റ്റ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു KE ഇൻറ്റു W1 പ്ലസ് KD ഇൻറ്റു W2 പ്ലസ് KP ഇൻറ്റു W3 പ്ലസ് KR ഇൻറ്റു W4. ഇങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം ഇവിടെ നമുക്കുണ്ട്. ഇത് ഈ ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ KE തന്നിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ KP ഉണ്ട്, KD ഉണ്ട്, KR ഉണ്ട്. ഇത്ര നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇനിയൊന്നും അതിൻ്റെ അകത്തേക്ക് കണ്ടുപിടിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല. കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് W1, W2, W3, W4 നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഇത് നോക്കുമ്പോൾ മനസ്സിലാകും. നമ്മൾ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒന്നാമത്തെ W1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം KE ആണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ആണ്. ഇപ്പോൾ നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 6 lakh അല്ലേ? 6 lakh. അപ്പോൾ 6 lakh ഡിവൈഡഡ് ബൈ ഈ നമുക്ക് എത്ര ഐറ്റംസ് ആണ്, എത്ര ഫണ്ട്സ് ആണ് ഉള്ളത്, അതിൻ്റെ എല്ലാം കൂടെ ടോട്ടലാണ്. അതായത് 6 lakh പ്ലസ് 4 lakh പ്ലസ് 2 lakh പ്ലസ് 1 lakh, അതായത് 13 lakh. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത് 13 lakh. ഓക്കെ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഇങ്ങനെ റേഷ്യോ പ്രപ്പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. പ്രപ്പോർഷൻ റേറ്റ് എടുക്കുമ്പം 6 lakh ഡിവൈഡഡ് ബൈ 13 lakh ഇൻറ്റു 100. ഇനി W2 എന്ന് പറഞ്ഞ വെയിറ്റേജ് നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ഡിബഞ്ചേഴ്സിൻ്റെ ബുക്ക് വാല്യൂ 2 lakh. അപ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 100. ഇനി W3 എന്ന് പറയുന്നത് W3 എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ 4 lakh ഡിവൈഡഡ് ബൈ 13 lakh ഇൻറ്റു 100. W4 എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏണിങ്സ് 1 lakh ഡിവൈഡഡ് ബൈ 13 lakh ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വെയിറ്റേജ് എത്രയാണ്? ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ W1 ഇക്വിറ്റിയുടെ വെയിറ്റേജ് 46.15%, ഇത് 15.38%, ഇത് 30.77%. അപ്പോൾ നമുക്ക് വെയിറ്റേജ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മളിത് ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് KE ഉണ്ട്, KD ഉണ്ട്, KP ഉണ്ട്, KR ഉണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അതും ഈ പെർസെൻറ്റേജുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആദ്യം വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് ഈ പ്രപ്പോർഷൻ 6 lakh ബൈ 13 lakh, 4 lakh ബൈ 13 lakh, 2 lakh ബൈ 13 lakh, 1 lakh ബൈ 13 lakh ഇൻറ്റു 100 എല്ലാം 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഓരോ വെയിറ്റേജുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ഇക്വേഷൻ ഇതാണ്. KE ഇൻറ്റു W1 പ്ലസ് KD ഇൻറ്റു W2 പ്ലസ് KP ഇൻറ്റു W3 പ്ലസ് KR ഇൻറ്റു W4. അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണ്? കോസ്റ്റ് ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് 14.77% എന്നാണ്
നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ബുക്ക് വാല്യൂവിൻ്റെ ബേസിലുള്ള കാൽക്കുലേഷനാണ്. ഇനി നമുക്ക് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിലാണ്. കാരണം ഇവിടെ നമുക്ക് മാർക്കറ്റ് വാല്യൂവും തന്നിട്ടുണ്ട്, ബുക്ക് വാല്യൂവും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ ഇപ്പോഴത്തെ വിലയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള കാൽക്കുലേഷനാണ് ഇനി അടുത്തത്. ഇനി അടുത്തത് നമ്മൾ മാർക്കറ്റ് വാല്യൂ ബേസിൽ നമ്മൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമുക്ക് KE, KD, KP, KR എന്നൊന്നും വ്യത്യാസമില്ല, അതെല്ലാം അത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി അതിനകത്ത് വ്യത്യാസം വരുന്നത് നമ്മൾ ഓരോന്നിൻ്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഇക്വിറ്റി ഷെയർസിൻ്റെ അതുപോലെ തന്നെ പ്രിഫറൻസ്, കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സിൻ്റെയും എല്ലാം മാർക്കറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ നമുക്ക് തന്നിരിക്കുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസാണ്. ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 12 ലൈക്കാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയറിന് മാത്രം ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. അതായത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സും കൂടെ ചേർന്നിട്ടുള്ള പ്രൈസാണ് അവിടെ കാണിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സും. ഇവിടെ നോക്കുമ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഇവിടെ നമുക്ക് വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ ഉണ്ട്? റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടെന്ന് കണക്കാക്കുക. അപ്പോൾ ഇനി 12 വരുന്നതിൻ്റെ 12 കിട്ടുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെയും റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെയും കൂടെ പ്രൊപ്പോർഷൻ റേറ്റാണ്. അപ്പോൾ നമ്മൾ ആ പ്രൊപ്പോർഷൻ എങ്ങനെയാണെന്നത് കാൽക്കുലേറ്റ് ചെയ്യാവേ. ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 12 അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് ഇക്വിറ്റിയും റീറ്റെയിൻഡ് ഏർണിങ്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന ബുക്ക് വാല്യൂ നമുക്കറിയാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ബുക്ക് വാല്യൂ 6 ലൈക്കും 1 ലൈക്കുമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുക്കേണ്ടത് 6:1. 6 ലൈക്ക് ഈസ്റ്റ് 1 ലൈക്ക് എന്ന് പറഞ്ഞാൽ ഈ സീറോസ് എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് 60:1 എന്നാണ് നമ്മുടെ റേഷ്യോ. മനസ്സിലായല്ലോ. ഇക്വിറ്റി ഈസ്റ്റു റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 6:1 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ്. 12 മൊത്തം അല്ലേ? മൊത്തം ഇക്വിറ്റി എന്ന് പറയുന്നത് 12 അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് നമ്മുടെ 12 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 12 ഇൻറ്റു 6 റേഷ്യോ 6:1 ആണല്ലോ. അതായത് 6:1 എന്ന് പറഞ്ഞാൽ 6% എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. 1 എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സുമാണ്. അപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ 6/6 + 1 ഈ 1 കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ 7 എന്ന് വരും. അതായത് 6 ലക്ഷവും 1 ലക്ഷം രൂപ റീറ്റെയിൻഡ് ഏർണിങ്സും കൂടെ ആകുമ്പോൾ 7 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ 6/7 എന്ന് കൊടുക്കും. അപ്പോൾ 12 ഇൻറ്റു 6/7 റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 12 ഇൻറ്റു 1/7. മനസ്സിലായല്ലോ. ഒരെണ്ണം 6/7 മറ്റേത് 1/7 അപ്പോൾ 6/7 ചെയ്യുമ്പോൾ നമുക്ക് 12,28,572 എന്ന് കിട്ടും. 10,28,572 എന്ന് കിട്ടും. 12 ഇൻറ്റു 6/7 എന്ന് പറഞ്ഞാൽ 10,28,572 1,71,428 എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സുമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഈ ബുക്ക് വാല്യൂ 12 നമുക്ക് കിട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് ഏതാ വേണ്ടത്? അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ടോട്ടൽ 12 നമുക്ക് കിട്ടും. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊന്ന് അറിയണം ഇതെങ്ങനെയാണ് ചെയ്തതെന്ന്. ഇനി അടുത്തത് മാർക്കറ്റ് വാല്യൂ ഓഫ് എന്തായിരുന്നു? പ്രിഫറൻസ് ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ. പ്രിഫറൻസ് ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? പ്രിഫറൻസ് ഷെയർസിൻ്റെ 3 ലൈക്ക്. ഇതിൻ്റെ നേരെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ കൊടുക്കണം 3 ലൈക്ക്. ഇനി അടുത്ത ഒരെണ്ണം കൂടുണ്ട്, കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്. മാർക്കറ്റ് വാല്യൂ ഓഫ് കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്. അപ്പോൾ നമുക്ക് അറിയാം മാർക്കറ്റ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് നമുക്ക് തന്നിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 3 ലൈക്കും
അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 3 ലാഖാണ്. ഞാൻ നേരെ ഇങ്ങോട്ട് എടുത്തിട്ടു. അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്രിഫറൻസ് ആൻഡ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഈസ് 18 ലാഖ്. മനസ്സിലായല്ലോ. അപ്പോൾ മാർക്കറ്റ് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ അങ്ങനെയാണ്. ഇനി ബാക്കി നമുക്കിനി എന്താ വേണ്ടത്? നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് വെയിറ്റേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മാത്രം വെയിറ്റേജ്, നമ്മുടെ ഇക്വേഷൻ ഇതാണ്: KE × W1 + KD × W2 + KP × W3 + KR × W4 ആണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഓരോന്നിൻ്റെയും വെയിറ്റേജ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ വെയിറ്റേജ് W1 എന്ന് പറയുന്നതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. നമ്മൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയറിൻ്റെ മാത്രം മാർക്കറ്റ് വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 10,28,572 ആണ്. അത് ഞാൻ ഇങ്ങോട്ട് എഴുതി. ഡിവൈഡഡ് ബൈ ടോട്ടൽ, ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 18 ലാഖാണ്. 18 ലാഖ് ഇൻറ്റു 100. ഇനി രണ്ടാമത്തെ നമ്മൾ ഡിബഞ്ചറാണ് സാധാരണ KD ൻ്റെ വെയിറ്റേജ് കൊടുക്കുന്നത്. ഡിബഞ്ചേഴ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ നമുക്കറിയാം 3 ലാഖാണ്. 3 ലാഖ് ഡിവൈഡഡ് ബൈ 18 ലാഖ് ടോട്ടൽ വെയ്റ്റഡ് മാർക്കറ്റ് വാല്യൂ ഇൻറ്റു 100. ഇനി മൂന്നാമത്തെ പ്രിഫറൻസ് ഷെയർസ്, അതും 3 ലാഖാണ് മാർക്കറ്റ് വാല്യൂ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നമ്മളിങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഡിവൈഡ് ബൈ 18 ലാഖ് ഇൻറ്റു 100. നാലാമത്തേത് റീറ്റെയിൻഡ് ഏണിങ്സ് ആണ്. റീറ്റെയിൻഡ് ഏണിങ്സ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ 12 ലാഖിനെ രണ്ടായിട്ട് തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്തു കേട്ടോ. ഇവിടെ രണ്ടായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1,71,428 ഡിവൈഡ് ബൈ 18 ലാഖ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 4 വെയിറ്റേജ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ വെയിറ്റേജിനെ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ കോസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറയുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ ഞാൻ ഇങ്ങോട്ട് നേരെ എഴുതേക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വെയിറ്റേജ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ വെയിറ്റേജിനെയും അതിൻ്റെ കോസ്റ്റ് നമ്മളിവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റിന് തന്നിട്ട് ആ കോസ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇവിടെ 20% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20/100 ഇൻറ്റു നമ്മളിവിടെ ഓൾറെഡി നമ്മൾ 100 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേ വാല്യൂ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. KD, KP, KR കണ്ടുപിടിക്കുക. അതിൻ്റെ എല്ലാം കൂടെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, KW കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്ത് പഠിക്കണം. ഒറ്റ ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂ തന്നിട്ടുള്ള കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് പഠിക്കണം. ഇത് എളുപ്പമാണ്. ഇക്വേഷൻ എഴുതുക. പിന്നെ നമുക്ക് കോസ്റ്റ് തരും. നമുക്ക് വെയിറ്റേജ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഈ വെയിറ്റേജ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ മാർക്കറ്റ് വാല്യൂ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കണം, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏണിങ്സും കൂടെ ചേർന്നാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഇത് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.